ചുങ്കിരി. ഇതാണ് ചുങ്കിരി അല്ലേ? ഇവിടെ ഇതൊക്കെ കളഞ്ഞ് തല കളയുന്നത് കണ്ടിട്ടുണ്ടോ? അതെ, ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കും. കണ്ട ഈ ലോക്ക് കണ്ട ഇവിടെ. ഗുഡ് മോർണിംഗ് ഫാമിലി. നമുക്കിന്ന് കൊച്ചിക്ക് പോവാം. കൊച്ചിയിൽ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചിയിൽ കുറച്ച് പരിപാടിയുണ്ട്. മീൻ മേടിക്കണം, നമുക്ക് നല്ല ബീഫ് കിട്ടും നോക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മേടിക്കാനായിട്ടൊക്കെ. അന്ന് മേടിച്ച മീൻ എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു 10 ദിവസം നിന്ന്. അപ്പം എല്ലാവരും വിചാരിക്കും 10 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് മീൻ ഫ്രഷ് ആയിരുന്നു. പക്ഷെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഫ്രഷ് മീൻ മേടിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടി കേട്ടോ. ആദ്യം പോകുന്നത് കളരി ക്ലാസ്സിലാണ്. കളരിയിൽ പ്രാക്ടീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം കൊച്ചിക്ക് പോവാം. ക്ലാസ് കഴിഞ്ഞിറങ്ങി കുട്ടികളെ. 9:30-10 മണിയായി. മീൻ വല്ലതും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഞാനപ്പോൾ നമ്മുടെ പ്രശാന്തിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, കിട്ടോടെ വല്ലതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവിടെ വൈകുന്നേരം വരെ ഉണ്ടാവുന്നു. കഴിഞ്ഞ പ്രാവശ്യമേ ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ മീനിന്റെ വിലകളൊക്കെ കുറെ പേര് ചോദിച്ചതോട് വില ശരിക്കും എടുത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം വിലയൊക്കെ ചോദിച്ചെടുക്കാട്ടോ. പിന്നെ ഞാനിങ്ങനെ മീൻ കട്ട് നമ്മൾ കൂടുതൽ മേടിക്കുമ്പോഴേ എല്ലാരും ചിന്തിക്കണ കാര്യം, കൂടുതൽ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് ഫ്രിഡ്ജിലല്ലേ വെക്കുന്നേ, പിന്നെയും അത് ഫ്രഷ് ആയ മീൻ കഴിക്കാൻ പോയിട്ട് ഫ്രീസറിൽ വെച്ചല്ലേ കഴിക്കണം. പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ വെക്കുന്നതേ ഇങ്ങനെ കുറെ പാത്രങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഫ്രിഡ്ജിൽ വെക്കുന്ന എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട്, കട്ട് ചെയ്യാത്ത മീനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെള്ളത്തിന്റെ ഉള്ളിലാണ് വെക്കുന്നത്. ആ വെള്ളമാണ് പിന്നെ ഐസായിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ എടുക്കുമ്പോൾ എനിക്കൊന്നും അങ്ങനെ ഞാൻ എവിടെയോ കണ്ടതാണ് കേട്ടോ അത്. പിന്നെ എങ്ങാനും ചെറിയൊരു ഉടച്ചിലുള്ള മീനൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ചെറിയൊരു ഫ്രഷ്നെസ് കുറവുള്ളൊരു മീനാണ്. പക്ഷെ ഫ്രിഡ്ജിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ആ വെള്ളം ഒഴിക്കില്ലേ, വെള്ളത്തിൽ കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാല് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു. അന്ന് ഞാൻ വാങ്ങിച്ച മീൻ എനിക്ക് തോന്നുന്നു 10-13 ദിവസത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു തവണ കണ്ട് മൂസാക്കടുത്ത് മീൻ വാങ്ങിച്ചിട്ടുള്ളൂ തോന്നുന്നു. പിന്നെ ചിക്കനൊക്കെ ഉണ്ടാകും പോലെയുള്ള. ഞാൻ ഈ പ്രാവശ്യം പോകുന്ന എനിക്ക് ബീഫ് അവിടെ പോളക്കണ്ട മാർക്കറ്റില് നല്ല ബീഫ് കിട്ടും. ആ ബീഫൊക്കെ ഉണ്ടാകും, ഈ സമയത്ത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോഴേ ഉണ്ടാവത്തുള്ളൂ എന്ന് തോന്നുന്നു. അത് മേടിക്കണം. പിന്നെ ഈ കാടക്കോഴിയില്ലേ, കാട, അത് ഞാനിവിടെ കരിമുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തുകൊണ്ടോ ഞാൻ അന്വേഷിച്ച് ഇറങ്ങാത്തോണ്ടായിരിക്കണം. കൊച്ചിക്ക് പോകുമ്പോ കാടേനെ കിട്ടുവാണെങ്കിൽ ഈ കാടേനെയും പറക്കിയെടുക്കാം എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. അതിൽ പോയി നോക്കാം അല്ലേ. അന്ന് ഇവിടെ നല്ല ലുക്കുള്ള മീൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മീൻ എന്ന് പറയണത് ഈ ആദ്യം കിടക്കണത് കാളാഞ്ചി അല്ലേ? ഈ ആള് തിരുതേലെ എവിടെ? ഈ ഇതെന്താ പല വകയെ? ഇതെത്രയാ വന്നത് ഈ മീന്? 850. ഐസാണോ? ഭയങ്കര സ്റ്റിഫ്, മറ്റേ പശവുക്കെ സാരി പോലെ ഇരിക്കുന്നു. കണ്ണിന്റെ ലുക്ക് ഗൈസ്. എന്താ പഴയ മീന്റെ കണ്ണ് ഇങ്ങനെ ഇരിക്കും, ചത്ത കണ്ണ്. മറ്റേത് കണ്ണെഴുതിയ പോലെ ഇരിക്കും. ചേട്ടൻ ഇപ്പൊ ഈ വീഡിയോയില് പഴയ മീൻ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഈ മീൻ കൊണ്ടോണ്ടേ. ഇത് നല്ല ലുക്കുള്ള കറുത്ത മണ്ണ്, റെഡ് കളർ. ഇത് അപ്പൊ എനിക്ക് ഇത് ചെയ്ത് തരുമോ? കട്ട് ചെയ്ത് തരുമോ? ഇതിപ്പോ എങ്ങനെയാണ്? ചെത്തിയല്ലേ എടുക്കണത്? ചെതമ്പുര കളഞ്ഞ ചെത്തി തരുമോ? കട്ട് ചെയ്യണ്ട. പിന്നെ വേറെന്താ മീനുള്ളത്? അയ്യോ, കണ്ടിട്ടെന്നെ വീഡിയോ ആണ്. ഇത് മുട്ടയുള്ളതിന് വില വീഡിയോ ഇത്രയും വലിപ്പൂടി കാണുന്നില്ല. വലിയ വേറെ നിന്നുള്ള കൂന്തൽ എത്രയുണ്ട് റേറ്റ്? കൂന്തൽ 500 അല്ലേ? കാളാഞ്ചി ഗ്ലാമർ പോലെ.
വേറെ എന്താണ് മീനുള്ളത് അവരോടാ? കാളാഞ്ചി പക്ഷേ തൊട്ടിട്ട് ഫ്രഷാണോ? എത്രയുണ്ടത് കാളാഞ്ചി? കഴിഞ്ഞ ദിവസം ഞങ്ങൾ മറ്റേ പോഞ്ഞിക്കരി പോട്ടെ ഫുഡ് കഴിച്ചില്ലേ കാളാഞ്ചി? ഒന്നേ എത്രയുണ്ട് അപ്പം അതിന് റേറ്റ്? 1 കിലോക്ക് 650 രൂപ. 1 കിലോന് 650 രൂപ. അതെടുത്തോ. പീസാക്കി ഒന്നും വേണ്ട, ക്ലീൻ ചെയ്ത് തന്നാ, ചെത്തി ക്ലീൻ ചെയ്ത് തന്നാ മതി. ഇത് ഏതിനെ വെച്ചത് കാണിക്കാൻ വെച്ചത്? ആ ഇതിനെ കാണിക്കാൻ വെച്ചാണല്ലോ, ഇതിനെടുത്തോട്ടാ. അത് തന്നെയല്ലേ. വേറെ ഒന്നും എവിടെ? അത്രയും മതി. ആ വില കേട്ടട്ടെ. ഇതിപ്പോ 1 കിലോ കൂടുതലുണ്ടെന്ന് തോന്നട്ടെ പീസ്. കറക്റ്റ് 1 കിലോ 50 ഗ്രാം. ഈ സൈഡാണ് കേട്ടോ, ബാക്ക് സൈഡ്. അയ്യോ മറ്റേ വഞ്ചിക്കാരും. എന്താണല്ലേ ഈ ഷോപ്പിന്റെ ബാക്കിൽ ഉള്ളാട്ട സംഭവം. വഞ്ചിക്കാര് ഇവിടെ നിന്ന് മീൻ പിടിച്ച് ഈ ചേട്ടന് കൊടുക്കണേന്ന് തോന്നുന്നു. ഫ്രഷ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന മീൻ മേടിക്കാൻ വന്ന ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് വന്നത്. ഈ വേസ്റ്റൊക്കെ അപ്പം എങ്ങോട്ട് കൊണ്ടുപോകും അവര്? കൊക്ക കൊണ്ടുപോകല്ലേ? അത് നിങ്ങൾ ഇത് കഴിക്കുമല്ലേ? ആ കൂരിനല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് നമ്മൾ കറി വെച്ച് തിന്നത്? അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു പോയി. വേണ്ട, നന്നാക്കി പണിയാണ് അവിടെ കൊണ്ടുപോയിട്ട്. ഭയങ്കര പണിയായി പോയി കഴിഞ്ഞ പ്രാവശ്യം. നല്ലായിരുന്നു. ചിലതിന് മുട്ടയുണ്ടായിരുന്നു, ചിലതിനുണ്ടായിരുന്നുള്ളൂ. പുള്ളി മറ്റേ അതിന്റെ കൊമ്പും ജില്ലയൊക്കെ കട്ട് ചെയ്ത് തന്നിരുന്നു. പക്ഷെ വീട്ടിൽ ചെന്നത് ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പണി പെട്ടു ആ ചേട്ടൻ്റെ അടുത്ത്. ആ അതൊന്ന് മാർക്കറ്റിൽ നോക്കണം. ബീച്ച് റോഡ് ആളില്ലേ? ആണോ? അയ്യോ ഷിപ്പിൻ്റെ ഇത്രയും സൂം ചെയ്ത് ഏതോ ഒരു ഷിപ്പട്ടോ. ഇത് നമ്മുടെ ഇതല്ലേ? S24 കൊണ്ട് പോളിസീൻ വരെ പിടിക്കാം അപ്പുറത്തെ കടവിലെ. ഇല്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല. ഇറങ്ങിയ സമയത്ത് എന്തായിരുന്നല്ലേ കുലുക്കി? എൻ്റെ പൊന്നു എന്തൊരു തിരക്കായിരുന്നു. അതന്നെ. ഇപ്പൊ മറ്റേ എന്താണ് മുന്തിരി സോഡ, പൈനാപ്പിൾ സോഡ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ സാധനം ഇറങ്ങണല്ലേ? എന്താണ് സാധനങ്ങളൊക്കെ ഉണ്ട്. മുമ്പൊക്കെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വീട്ടിലുള്ള എല്ലാ സാധനവും ഉണ്ടായിരുന്നു കുലുക്കിയില്. ആദ്യത്തെ പ്രഹസനം മാത്രം ഉണ്ടായിരുന്നു. കറി മസാല ഒന്നും. ഇതിന്റെ പേരെന്താണ്? സുന്ദരിയാ?
ചുങ്കിരി. ഇതാണ് ചുങ്കിരി അല്ലേ? ചുങ്കിരി. അതോ ഈ കുഞ്ഞിമാങ്ങ? എല്ലാത്തിനെയും നാടൻ മാങ്ങാന്ന് ഒറ്റപ്പേര് വിളിക്കുക. അതിന് പേരില്ല, പേരിട്ടിട്ടില്ല. അതൊരു അന്നാമ്മ ഇവിടത്തെ ഏത്തപ്പഴം തിന്ന് വലുതായതാ. നാടൻ പഴം നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരും. ഏത്തപ്പഴം കുറുക്ക്. അന്നാമ്മയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഏത്തപ്പഴം കുറുക്ക്. പക്ഷെ ആ വയറുഭാഗം കൊണ്ട് സ്ലിം ബ്യൂട്ടി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 11 മണിയായിട്ട് ഞാൻ വീടെത്തിയപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതെടുത്ത് കാറിൻ്റെ ഡിക്കിലെടുത്ത് വെക്കോട്ടോ. അതിലാവുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പാക്കറ്റ് വാങ്ങിച്ചാലും വെള്ളമൊന്നും വീഴൂലല്ലോ കാറിൻ്റെ അകത്ത്. അപ്പം ഇങ്ങനെ ഒരു സംഭവമായിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ എന്താണ്, നല്ല ചൂടായിരുന്നു. എനിക്കിപ്പോൾ ആ താറെടുത്തപ്പോഴേ ആദ്യം ഭയങ്കര ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അങ്ങനെ കുലുങ്ങിയുള്ള യാത്ര അതും ഒരു പൊളിയാണ്. ഞാൻ ആദ്യം ഉപയോഗിച്ചു നല്ല സ്മൂത്തായിട്ട് ക്യാരൽസിൽ യാത്ര ചെയ്തിട്ട് പെട്ടെന്ന് താറി കയറി ഇങ്ങനെ കുലുങ്ങി പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവനൊരു ജഗജില്ലിയാണ്. അപ്പോൾ പുള്ളിനെയും കൊണ്ടാണ് മീൻ വാങ്ങാൻ പോയത് കേട്ടോ. കാരണം ഈ 7 സീറ്ററും വലിച്ചുകൊണ്ട് പോണേക്കാളും നല്ലതാണല്ലോ ഇത്. പിന്നെ ഞാനിതിൻ്റെ ഒരു ഇതൊക്കെ സ്പേസും ഇതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കിയൊക്കെ ഇനി അടുക്കളയിൽ. നമ്മുടെ വീട്ടിലെത്തി നമ്മുടെ നൈറ്റ് എടുത്തിട്ടാ. ഇനി ഇവനെ ഇത് കണ്ടില്ലേ, നമ്മൾ മേടിച്ച മീൻ ഇതിനൊന്ന് കട്ട് ചെയ്ത് നല്ല ഉപ്പൊക്കെ ഇട്ട് കഴുകി വെക്കണം. പിന്നെ കൂന്തലും അതുപോലെയാണ് കേട്ടോ. ഞാൻ കൂന്തൽ കാണിച്ചില്ല. കൂന്തൽ കുറച്ച് സാധനം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ചിലവർക്ക് ഈ കണ്ണൊക്കെ ഒന്നും ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടമില്ലട്ട കണ്ണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ. നല്ല കുറച്ച് വെച്ചിട്ട് അരിയായിട്ട് അവർ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞാണ്. പക്ഷെ നമുക്ക് നമ്മുടെ മലയാളികൾക്ക് വീട്ടിൽ കൊണ്ടൊന്നൊന്ന് ഉപ്പൊക്കെ ഇട്ട് കഴുകി ഉണ്ടാക്കിയില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല. ഒന്നുമില്ല കളയാനായിട്ട്. നന്നായിട്ട് ചെത്തിയെടുത്തോണ്ട് പിന്നെ അങ്ങനെ കല്ലിൽ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വറക്കുകയും ചെയ്യാം. നല്ല മാങ്ങയ്ക്കിട്ട് തേങ്ങാപ്പാലുള്ള കറി വെക്കാൻ നല്ല കേട്ടോ. ഇത് നല്ലോണം ഉപ്പൊക്കിട്ട് കഴുകി ലാസ്റ്റ് ചെറുനാരൻ വെള്ളമോ വിനാഗിരി വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിച്ചിട്ട് അതേ കാണിച്ചിട്ട് കേട്ടോ. കഴുകുമ്പില്ലേ ഇതിൻ്റെ ഉള്ളിലൊരു കറുത്ത പോലത്തെ കണ്ടോ. ഇതൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് കളയണം നല്ലതാണ് കേട്ടോ. കളയാതെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ കളയും. നമ്മൾ ഇന്ന് തന്നെ എടുക്കുന്നതല്ലല്ലോ. നല്ലോണം കഴുകി ഇത് മാറ്റണം. നല്ലതാണ് നമ്മൾ വെച്ചിട്ടും. മറ്റേ മുട്ടയ്ക്ക് ഉണ്ട് അതൊന്നും കളയല്ലേ. അത് വേണമെങ്കിൽ സൈഡിൽ നിന്ന് വലിച്ചെടുത്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാനും മതിയായിരുന്നു. പക്ഷെ ഞാനത് കളഞ്ഞില്ല. എല്ലാവർക്കും വേണ്ടേ ഒരു പിന്നിട്ട് ഇഷ്ടം. മീനിൻ്റെ മുട്ട കഴിച്ച് കിട്ടിക്കോട്ടെ. ഇതെല്ലാം മീനും കൊണ്ടൊന്ന് ഇതിട്ടേക്കുണ്ട്. ഓരോന്നോരോന്ന് കഴുകിയിട്ട് നമുക്ക് ഉപ്പിട്ട് ഒന്നുകൂടി കഴുകണം. ഡീറ്റെയിലായിട്ട് കറുപ്പൊന്ന് കളഞ്ഞ് ഇട്ട് കഴുകാട്ടോ. ഇങ്ങനെ കഴുകിയിട്ട് ഇത് ഇത്രയും കല്ലുപ്പുണ്ട്. എന്നിട്ട് നല്ലോണം നല്ല മൺചട്ടിയിലേക്ക് പിന്നെ കഴുകാൻ നല്ലതായിരിക്കും കേട്ടോ. മൺചട്ടി കിട്ടില്ല. ഈ ഒരു മാത്രം മതിയിട്ടാണ്. വലിയ മൺചട്ടി ഉണ്ട് ഇവിടെ. നമുക്ക് വറുക്കാത്ത പീസ് വേണമെങ്കിൽ ഇതൊന്ന് പീസ് ആക്കാത്ത വേണമെങ്കിൽ. എന്നിട്ട് ഇത് നന്നായിട്ടൊരു 2-3 വട്ടം ഒന്ന് കഴുകിയെടുക്കാം. അതുകൊണ്ട് പേപ്പറും ആശുപത്രിയിൽ ഫുള്ള് വെള്ളമായിട്ടാ. എല്ലാം മീന് വെള്ളത്തിൽ തന്നെ എടുത്തോണം. പണ്ടത്തെ കാരണന്മാർ പറയും കഴുകി മീനിൻ്റെ ഒരു ഇതും കൂടി കളയുമെന്ന്. എനിക്ക് നന്നായിട്ട് കഴുകണം. 2 വട്ടം കഴുകിയപ്പോൾ തന്നെ നല്ല ഇതായിട്ടോ. ഈസിയാണ്. ഞാൻ കാണിച്ചു തരാവേ. ഇതുപോലത്തെ ഇതൊക്കെ എല്ലാവരും മറ്റേ പയറും പരിപ്പൊക്കെ വെക്കുന്ന സാധനമാണ് ക്യാബിൻ പിരിച്ചിട്ട്. പക്ഷെ ഞാനിതിപ്പോൾ മീൻ വെക്കാനും ഇതിനൊക്കെ എടുക്കുന്നത് കണ്ടോ. ഇതിനെ വെള്ളത്തിലിടും. ഇതിനെ വെള്ളമില്ലേ, വെള്ളത്തിൽ ഇട്ട് കണ്ടോ. ഇതിനെ വെള്ളത്തിലിട്ടിട്ട്
നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും. ഷീജേ ഇതങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്ക്. ചെറുനാരങ്ങ വേണമെങ്കിൽ പിഴിഞ്ഞൊഴിച്ചോട്ടാം. ഫ്ലേവർ ഇട്ടതാണ്. 2-3 തുള്ളി ചെറുനാരങ്ങ ഇട്ടിട്ട് ഞാൻ കുറെ ദിവസം കഴിഞ്ഞാൽ എടുക്കണമെങ്കിലും അടുത്ത മീനും കട്ട് ചെയ്യണം. ഞാനൊന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്യണില്ല എന്നതാണ്. കട്ട് ഇങ്ങനെ വരഞ്ഞു വെക്കണുള്ളൂ. വരഞ്ഞു വെക്കണമെന്ന് വെച്ചാൽ ഞാനിത് പൊള്ളിക്കാം. മീൻ പൊള്ളിച്ചൊക്കെ പലതും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പലതല്ല, ഒരെണ്ണാണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫുൾ ചിക്കൻ്റെ ചെയ്തില്ലേ, ഫുൾ ചിക്കൻ്റെ ചെയ്തു. പിന്നെ ഒരു ചെമ്മീൻ്റെ ഒരു മസാലയും ചെയ്തില്ലേ. ആ മസാലയും കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ട് നമുക്ക് മീൻ പൊള്ളിക്കാനായിട്ട് എടുത്തു വെക്കാൻ തരും. ഇത് നന്നായിട്ട് കഴുകിയിട്ട് വരഞ്ഞ് വെക്കാം. ഇതിനില്ലേ ഞാനിങ്ങനെ വരഞ്ഞിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പും പരട്ടിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാൻ പോകും കേട്ടോ. ചിലപ്പോൾ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മളെന്താണെന്നറിയോ, ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ വെച്ച് പിന്നെ അത് ഐസ് പോയി സമയം എടുക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരട്ടി വെക്കുവാണെങ്കിൽ ഒരു രാത്രി എടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഇത് വെള്ളത്തിലിടാൻ പറ്റില്ലല്ലോ. മറ്റേ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ കൊണ്ടേ വെള്ളത്തിലിടാൻ പറ്റില്ല. അപ്പോൾ പരട്ടി വെക്കണമെങ്കിൽ നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഉപ്പാണല്ലോ മെയിൻ. ബാക്കി ഇതൊക്കെ നമ്മൾ മസാലയൊക്കെ പരട്ടി വെക്കാൻ പിടിച്ചു അങ്ങനെ മരഞ്ഞ് ഉപ്പും മഞ്ഞളൊക്കെ പരട്ടി. ഇതിലില്ലേ ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തിട്ടാണ്. മുളക് പൊടി ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് ഒരു 2-3 തുള്ളി ചെറുനാരങ്ങ നീരിട്ട്. എന്തായാലും ഒരു വഴിക്ക് പോകണമെങ്കിൽ അതിനെനിക്ക് ഞാൻ ഈ ചില ആൾക്കാർ ഈ മീനിൻ്റെ മുകളിലോട്ട് എല്ലാ പൊടിയും കൂടി ഇടും. എന്നിട്ട് അതെങ്ങനെ എല്ലാം ഒരുപോലെ പിടിക്കുന്നതാവും. ഞാനിങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് പിടിക്കുള്ളൂ കേട്ടോ. ഇതിനെ നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ടില്ലേ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പം അധികം ദിവസം നാളെ വല്ലതും എടുക്കുന്നത്. ഇപ്പം ഞാൻ ഞാനിപ്പോൾ ഉച്ചയായില്ലേ വീട്ടിലെത്തിയപ്പോൾ കറിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ മേടിച്ച ബീഫ് അങ്ങ് പെട്ടെന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനങ്ങ് നന്നായി പിടിപ്പിക്കട്ടോ. ഇനിയിപ്പോൾ അത്രയും പോയി കുഴപ്പമില്ല. ഇതിനായിട്ട് നന്നായിട്ട് പിടിപ്പിച്ച് ഫ്രീസറിലേക്ക് അത് വെക്കാം. നന്നായിട്ട് പിടിക്കും. ഓണത്തിന് മീനിനോട് വലിയ താല്പര്യമൊന്നുമില്ലാത്ത ആളാണ് കേട്ടോ. ഓണം വരുമ്പോഴാണ് ഇവിടെ സമയം ചിക്കൻ. അല്ല ഞാനൊന്ന് മുഖം കറുപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞി കഷ്ണമൊക്കെ എടുക്കും. അത്രയ്ക്കുള്ളത് കണ്ടോ കൊള്ളാലേ. പിന്നെ നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം കേട്ടോ. നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. സ്റ്റീലിന്റെ പ്ലേറ്റ് ഈ മീൻ ഇരിക്കണത് ഫ്രീസറിലേക്ക് വെക്കാൻ. ഇനി നമുക്കില്ലേ ചാള മേടിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ചാളയാണ്, ഉണ്ട ചാളയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിന് ചാള നന്നാക്കുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാനൊരു കാര്യം കാണിച്ചിട്ട് നമ്മളിങ്ങനെ ചെതമ്പലൊക്കെ കളഞ്ഞു. ഈ തല വെക്കാത്തവർക്കുള്ള പരിപാടിയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഈ തല വെക്കുന്നവർക്കുള്ളതല്ല. ഞാൻ കത്രികയും കൊണ്ടാണ് ചെയ്യണത് കേട്ടോ. കത്രിക എടുത്തില്ല. ഇവിടെ നിന്ന് ഇതൊക്കെ കളഞ്ഞ് ഈ തല കളയുന്നത് കണ്ടിട്ടുണ്ടോ? അതെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കും. കണ്ട ഈ ലോക്ക് കണ്ട ഇവിടെ നിന്ന് ഓടിച്ചങ്ങ് എടുക്കും കേട്ടോ. നല്ല ഭംഗിയായിട്ടിട്ട് ചെതറിയൊന്നും പോവാതെ. മനസ്സിലായ? ഇത് നമ്മൾ സാധാരണ ചെയ്യണവരെ ക്ലീൻ ചെയ്ത് എടുക്കണം. കത്തി എടുത്തിട്ടില്ല. ഷീജക്കറിയോ ഈ ചാളയുടെ തല കളയണത്? കൈയും കൊണ്ട് കളയണത്. കൈയും കൊണ്ട് ഞാൻ കാണിച്ചു തരാം. കൈയും കൊണ്ട് കളയണോ? കാണിച്ചു തരാം. ഞാനപ്പോ മുട്ടക്കിയാണ്. മുട്ടക്കി നമ്മള് കളയില്ലേ ചെതമ്പലൊക്കെ എടുത്ത് ഷീജമോളിപ്പോ ഇതില്ലേ ഇങ്ങനെ പിടിക്കാം. ഈ ലോക്കി പിടിച്ചിട്ട്
നല്ല ഭംഗിയായിട്ട് കിട്ടും, ചെതറാതെ. അത് ഈ ഉടഞ്ഞ ചാളയൊക്കെ വരുമ്പോഴാണ് കൂടുതലും ഇങ്ങനെ എടുക്കേണ്ടത്. ഒടിച്ചെടുക്കുക. ആ ലോക്ക്, അതായത് ഈ ലോക്ക് ഇതേ ഈ ലോക്ക് പിടിക്കുക, ഇവിടെ നിന്ന് ലോക്ക് ചെയ്യുക. ഇങ്ങനെ ഇവിടെ നിന്ന് കട്ട് ചെയ്യുക, വീഡിയോ കാണുന്നുണ്ട്, കട്ട് ചെയ്യുക, ഒടിച്ചെടുക്കുക. കേട്ടോ, സിമ്പിളാണ്, സിമ്പിൾ. പക്ഷേ എന്നെ കുറിച്ച് എനിക്ക് മീൻ വെട്ടാൻ ഏറ്റവും ഇത് കത്രിക കേട്ടോ. ഈ മീൻ വെട്ടണ ഭാഗം കണ്ടിട്ട് നിങ്ങൾ ഓടരുത് കേട്ടോ. എന്തായാലും എല്ലാ മീനും കഴുകി നമ്മൾ വൃത്തിയാക്കി എടുക്കുമല്ലോ. അതാണ് വാഷ് ബേസിനിൽ നമ്മളെ ഷെഡിലാണ്. നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് കഴുകിയെടുക്കണം. ഈ തല ഇങ്ങനെ പറിച്ചെടുക്കണം ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയണേ. പക്ഷെ ഞാനൊക്കെ ചെറുപ്പം മുതൽ ഇങ്ങനെ തല വെച്ച് കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ മൂസാക്ക കൊണ്ടുവരുമ്പോൾ ചാട തല വെച്ചൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഞാനിപ്പോൾ അങ്ങനെ ചെറുപ്പം മുതൽ അങ്ങനെ തല വെച്ച് കണ്ടിട്ടില്ല. വൈപ്പിൻ പള്ളിപ്പുറം ഒക്കെ ആൾക്കാരൊക്കെ, എൻ്റെ പള്ളിപ്പുറമാണല്ലോ ജനിച്ച സ്ഥലമൊക്കെ അറിയാലോ, അവിടെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ. ഇങ്ങനെ ഈ സൈഡ് നല്ല ചിലവരിങ്ങനെ നല്ല ഈ സൈഡ് ഭയങ്കര കുത്തണം ഉള്ളുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്തതാണ് നല്ലതാണ് കേട്ടോ. സൈഡൊക്കെ നല്ല ഭംഗിയായിട്ട് കേട്ടോ, ഇത്രയും ഗ്ലാമറായി. അതുപോലെ തന്നെ ചാളയും നല്ലോണം വെള്ളത്തിലിട്ട് ചെറുനാരങ്ങത്തുള്ളി ഇട്ടിട്ട് വെച്ച് അടിപൊളിയായിട്ടിരിക്കും, ഫ്രഷായിട്ട് ഉണയും. അയ്യോ, നമ്മളില്ലേ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെ നേരത്തെ നമ്മളൊരു മസാല പറ്റി വെച്ചില്ലേ, അതുപോലെ തന്നെ ഒന്ന് പരട്ടി ഫ്രീസറിലേക്ക് വെക്കണം, നല്ലതാണ്. നമുക്കിപ്പോൾ ഈ നെയ്മീൻ ഞാൻ ബിരിയാണിയോ ഫിഷ് ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചെറുനാരങ്ങ നീരും ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടിട്ടുള്ളൂ. കാരണം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ ഇതിൽ നിന്നെടുത്ത് കറി വെക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലോണം ഉപ്പും ഇതൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ ഒന്ന് പരട്ടിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കാം. ഇതുപോലത്തെ സ്റ്റീലിൻ്റെ അടപ്പുള്ള പാത്രം അങ്ങനെ നിരത്തി സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യത്തിനടുത്ത് കറി വെക്കേ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്നിട്ട് കുറച്ചുകൂടിയൊക്കെ മസാല വേണം, എന്നാലും ഇതിന് ഒരു ഉപ്പും പുളിയൊക്കെ പിടിച്ചിരിക്കുമല്ലോ, നല്ലതല്ലേ. അപ്പം അതങ്ങനെ ചെയ്യാം കേട്ടോ. ക്ലീൻ ചെയ്തത് ഒന്നതെന്നാലും കണ്ടോ, അതിൻ്റെ മുളക്കിയിട്ടത് കളയണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും കളയാറുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പാട പോയിലേക്ക് തന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാനത് എടുക്കാറില്ല, ക്ലീൻ ചെയ്ത് മാറ്റും. എന്നിട്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സ്ക്വയറിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വെക്കാം. കണ്ടോ, പിന്നെ പുള്ളിക്കാരൻ പറയുന്നതാണ് ഈ തല എടുക്കണമെന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഈ തല അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കളയും. പിന്നെ ഇതാണ് വേണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. വഴി കണ്ണുള്ള ഭാഗം കളയുമ്പോൾ അതിങ്ങനെ ഇവിടെ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു കറുത്ത സാധനം വരുന്നുണ്ട്, അതിങ്ങനെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. എന്നിട്ട് വേണം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ ഭാഗം എടുക്കുക, ഈ സൈഡിലെ ഈ ഭാഗം എടുക്കുക. ഈ കണ്ണ് മൂക്കൊക്കെ വെക്കുന്നവരുണ്ട് കേട്ടോ. എനിക്ക് പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ വീഡിയോവും കഴിക്കാൻ നിൽക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അതായത് കണ്ടോ, ഇതിങ്ങനെ തലയുടെ ഭാഗം കണ്ടോ, ഇതിങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുക. എനിക്കൊരു കുന്തും അറിയില്ലായിരുന്നൊക്കെ എൻ്റെ വീട്ടിൽ. ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ അമ്മച്ചിയാണ് ഇതൊക്കെ പഠിപ്പിച്ചത്. ആ സമയത്തൊക്കെ ഭയങ്കര ഇതൊക്കെ ഞാൻ ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നന്ദിയോടുകൂടിയൊക്കെ ഓർക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു കുന്തും അറിയാതിരുന്ന ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അമ്മച്ചിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത്. അങ്ങനെ പരിപാടിയൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പൻ്റെ വളർത്തു ദോഷമൊന്നുമല്ല, ചെയ്തിട്ടില്ല, ചെയ്യിപ്പിക്കാനാണോ എനിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയുള്ള ഇതൊക്കെ പഠിപ്പിച്ചത് അമ്മച്ചി തന്നെയാണ്. അപ്പോൾ ഓരോ പിള്ളേരും ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അമ്മായിയമ്മ എന്നൊരു സ്റ്റൈലിലേക്ക് മാറുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അയ്യോ ഇതൊക്കെ ഞാൻ ചെയ്യണമല്ലോ, ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ഇന്ന് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് ഞാനത് ചെയ്തതുകൊണ്ടാണ് അല്ലേ. എനിക്കിതൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്ന അതുകൊണ്ടല്ലോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനിയും അങ്ങനെ വെള്ളത്തിലാക്കി പെരുമാറിയും ചെയ്തു. നിങ്ങൾ വിചാരിക്കണ്ടാവും അല്ലേ ഞാൻ മീനൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അതല്ലാത്ത സംഭവം അത് ശീലമോട് നമുക്ക് ഞാനിപ്പോൾ വന്നപ്പോൾ തന്നെ ഉച്ചയായി. കറി
ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളപ്പുറത്ത് ബീഫ് ചെയ്യുക. പിന്നെ കുറേയൊക്കെ വെട്ടി വന്നതായിരുന്നല്ലോ, അപ്പോൾ പിന്നെ ബാക്കിയൊക്കെ എനിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതങ്ങ് ചെയ്ത് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി പോയാൽ കഴിഞ്ഞല്ലോ. പിന്നെ ഇവിടെ കൂടുതലും പുൽത്തൈലം നല്ലതാണ്. ഒറ്റ തുടക്കല്ല കംപ്ലീറ്റ് മീനിന്റെ മണം എല്ലാം പോകും. തുടക്കണം കത്തിയും ഇതൊക്കെ സോപ്പിട്ട് കഴിയാലും നമ്മൾ പുൽത്തൈലത്ത് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു മീനിന്റെ മണമൊക്കെ പോകും. കുട്ടികളൊക്കെ കുറച്ച് പത്തി കത്തി നല്ല മണം വരും. ഞാൻ ഈ വെള്ളത്തിലേക്ക് അത് ഈ ചോറും ഇതൊക്കെ ഈ ഒരു കപ്പൊക്കെ പുൽത്തൈലം കൊണ്ട് തന്നെ തുടച്ച് വെച്ചിട്ട് ഒട്ടും മീനിന്റെ മണം ഉണ്ടാവില്ല. പണ്ടത്തെ അമ്മമാര് മറ്റേ ചെറുനാരങ്ങയിലും അല്ലെങ്കിൽ കയ്യൊക്കെ തുറന്നാണെങ്കിൽ ഗ്രേവിയില് കയ്യൊക്കെ തുറക്കണം. പണ്ടത്തെ ആൾക്കാരൊക്കെ അതിലൊക്കെ മീനിന്റെ മണം ഉണ്ടാവില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അക്കം. കഴിഞ്ഞു. എന്താണല്ലേ ഈ ട്രൈപോഡൊക്കെ പൊക്കിത്തരാനും ആദ്യ കാലങ്ങളിലൊക്കെ ഭയങ്കര പാടാണ്. ഒരാൾ വീഡിയോ എടുക്കാനില്ലെങ്കിൽ നമ്മൾ തന്നെ ഇത് വന്ന് ചെയ്ത്. കുറേ പേര് ചോദിച്ചിട്ട് ചേച്ചി ഡേ ഇൻ ലൈഫ് എങ്ങനെ ചെയ്യുമെന്ന്. നമ്മൾ വേറെ ആരും നമുക്ക് തരാനില്ലെങ്കിൽ ചെയ്തു തരാനില്ലെങ്കിൽ നമ്മൾ തന്നെ ഇത് പൊക്കിക്കൂട്ട് നടക്കണം. നമ്മൾ തന്നെ ഇത് മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. സാധാരണ നമ്മൾ അരമണിക്കൂർ കൊണ്ട് തീരണ പണി 3/4 മണിക്കൂറാവും. അത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.